നീയല്ലേ മിഠായി കൊടുക്കുന്നെന്ന് പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാരും വരിക്കി നിർത്തിയിരിക്കുകയാണല്ലോ. ഇത് കണ്ടിട്ട് സൂചി വെക്കാൻ പോണ പോലെ എനിക്ക് തോന്നുന്നത്. കുട്ടികളെ ബഹളം വെക്കരുത് കേട്ടോ. ഡോക്ടർ ആന്റി ഓരോരുത്തരായിട്ട് വിളിക്കും. അപ്പൊ ഓരോരുത്തർ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ആരും ശബ്ദം വെക്കാതെ നിക്കണം കേട്ടോ. ഡോറ, ഇത് നല്ലൊരു അവസരമാ. നമുക്കങ്ങ് ഓടിപ്പോയാലോ വീട്ടിലോട്ട്. എന്താ പറയുന്നു? പോവാൻ വരുന്നാ നീ? കുട്ടികളെ, നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ഇതെല്ലാവർക്കും ഈ പ്രായത്തിൽ എടുക്കേണ്ട ഒരു വാക്സിനാ കേട്ടോ. ആരും പേടിക്കേണ്ട, വേദന ഒന്നും കാണില്ല. ഓരോരുത്തർ വന്നേ. ഫ്രണ്ടിൽ ആരാ നിൽക്കുന്ന? മോള് വാ. എനിക്ക് പേടിക്കണ്ടല്ലോ. ദേ, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദനയെ കാണൂ കേട്ടോ. വേദനയെ കാണില്ല. എന്നാ ഡോക്ടർ ആന്റി ഒരു കാര്യം ചെയ്യാം. ഞാനൊരു മാജിക് കാണിച്ചു തരാം. മാജിക് ഇഷ്ടമാണോ? എന്നാ മോളെ എണീച്ചിട്ടൊന്ന് തിരിഞ്ഞെന്നേ. അടിപൊളി ഒരു മാജിക് ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ആ മോക്ക് തന്നെ തരാം. മിണ്ടാതെ അനങ്ങാതെ നിക്കണം, എന്നാലേ തരുള്ളൂ കേട്ടോ. എന്താ എന്ത് പറ്റി? ഇതാ മാജിക്. സൂചി വെക്കുന്നതേ നമ്മൾ അറിയേയില്ല. ശരിക്കും സൂചി വെച്ചത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഈ മാജിക് കൊള്ളാലോ. അടുത്ത ആരാ ഫ്രണ്ടിൽ നിൽക്കുന്ന? വാ 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 വാ. എന്താ മോടെ പേര്? അശ്വതി. അശ്വതി മോള് തിരിഞ്ഞേ. ഒരു മാജിക് കാണിച്ചു തരട്ടെ ആന്റി. മാജിക് എനിക്ക് ഇഷ്ടം. എന്താ എന്ത് പറ്റി? ആന്റിയെ സൂചി വെച്ചതാ, അറിഞ്ഞോ മോള്? ഇല്ല, വലിയ വേദനയൊന്നും ഇല്ലായിരുന്നേ. ഇത് കൊള്ളാലോ. ശിവ, പേടിക്കണ്ട കേട്ടോ. ഡോക്ടർ ആന്റി, എനിക്ക് സൂചി പേടിയാ. എനിക്ക് സൂചി വേണ്ട. പകരം എനിക്ക് വല്ല സിറപ്പ് തരികയാണെങ്കിൽ ഞാൻ കഴിച്ചോളാം. എത്ര കയ്പാണെങ്കിലും കുഴപ്പമില്ല. അയ്യോ, ഇത് സിറപ്പായിട്ട് കഴിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ സൂചിയായിട്ട് എടുക്കാൻ പറ്റൂ കേട്ടോ. തിരിഞ്ഞേ ആന്റി, ഒരു മാജിക് കാണിച്ചു തരാം. എന്തു പറ്റി? എന്തോ വന്ന് കൊണ്ട കണക്ക്. വേദനയുണ്ടോ? ഇല്ല, വേദന ഞാൻ ഒട്ടും അറിഞ്ഞില്ല. അത്രേ ഉള്ളൂ. പൊക്കോ കേട്ടോ. എന്താ പേര്? ശിവ. ആ, നല്ല പേര്. അടുത്ത ആരാ? വാ 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 വാ. വേഗം വാ വേഗം വാ. ബണ്ണിക്കുട്ട, എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കും ഉണ്ട് അച്ചൂസേ. പിന്നെ എടുത്തല്ലേ പറ്റൂ. അണ്ണ, ഇനി അടുത്ത നമ്മളാ. ഡോറ, നീ വരുന്നുണ്ടോ? ഞാൻ വീട്ടിൽ പോവാൻ പോവൂ. എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. എല്ലാരും സൂചി എടുക്കുമ്പോ എന്നാക്കുന്നത് നീ ശ്രദ്ധിച്ചായിരുന്ന? അപ്പൊ എല്ലാവർക്കും വേദന ഉണ്ടെന്നല്ലേ അർത്ഥം. ഞാൻ പോയല്ലേ പിന്നിൽ നിൽക്കാം, എന്നിട്ട് നൈസിനെ അങ്ങ് മുങ്ങ. അല്ല അണ്ണ, നമ്മളിപ്പോ ഫ്രണ്ടിൽ നിൽക്കല്ലേ, നമ്മൾ എങ്ങനെയാ ബാക്കിൽ പോകുന്നത്? അത് പറ. ദേ, ഇതുപോലെ നൈസിന് നടന്നങ്ങ് മുങ്ങണം. നീ ഇവിടെ വന്ന് നിൽക്കുക. നമുക്ക് ഇവിടുന്ന് അങ്ങ് നൈസിനെ അങ്ങ് മുങ്ങ. ഡോക്ടർ ആന്റി, വലിയ വേദനയില്ല. താങ്ക് യു. ആരും പേടിക്കണ്ട, വേദനയൊന്നും ഇല്ല. ബണ്ണിക്കുട്ട, അടുത്ത ഞാനാ. ആഹാ, വിളിക്കാതെ തന്നെ വന്നല്ലോ. എന്താ പേര്? അച്ചൂസ്. ഓക്കേ, അച്ചൂസിന് ഇനി ഒരു മാജിക് കാണിച്ചു തരാലോ. വേദനിച്ചോ? ഇല്ല. ചെല്ലേ. അച്ചൂസ് എത്ര പഠിക്കുന്നു? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ ഓക്കെ, ചെല്ലേ. അടുത്ത ആരാ? വാ 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 വാ, ഓടി വാ. ബണ്ണിക്കുട്ട, ഡോണ്ട് വറി, പേടിക്കണ്ട കേട്ടോ. ഓക്കെ അച്ചൂസ്, താങ്ക് യു. എന്താ പേര്? ബണ്ണിക്കുട്ടൻ. നൈസ് നെയിം. പൊയ്ക്കോ. അടുത്ത ആൾ ഓടി വാ. സമയമില്ല, എല്ലാരും പോയല്ലോ. ഇനി നിങ്ങളാ അടുത്തത്. ഞാനാ. വേറെ ആരും ഇല്ല ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ? എല്ലാരും എടുത്തിട്ട് പോയി. വാ 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 വാ. അണ്ണ, അടുത്ത അണ്ണനാ. അണ്ണൻ അങ്ങോട്ട് ചെല്ല. അണ്ണനെയാ വിളിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു മോളെ ഡോറെ. ചെല്ലു ചേട്ടാ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് സൂചി കുത്തിക്കേറ്റും. ചെല്ലു ചേട്ടാ. പാവ കുഞ്ഞാവ നല്ല കരച്ചില്. പാവ, അവര് ഫസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ എടുക്കാം. ആഹാ, നല്ല മോൻ. ഇതുപോലുള്ള മക്കളെ ഇന്നത്തെ കാലത്ത് കാണാൻ പോലും കിട്ടില്ല. ഓ ഓ ഓ ഓ കരയണ്ട. ചേട്ടായുണ്ട്. ഓ കഴിഞ്ഞു. വാ വാ വാ. ഏയ് പച്ചമുടി, ഓടി വാ. എനിക്ക് സമയമില്ല. വാടാ. അത് ഡോക്ടർ ആന്റി, എനിക്ക് നല്ല വേദന എടുക്കും. എനിക്ക് പേടിയാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് പേടിയാ.
എന്തിനു പേടിക്കുന്നത്? തിരിഞ്ഞേക്ക്. എനിക്ക് പേടിയാ. ഞാനൊരു മാജിക് കാണിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. കൊള്ളാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ സൂചി മതി മതി, എനിക്ക് നോവുന്നു. അതിന് സൂചി വച്ചില്ലല്ലോ. ഇതാരടാ ഇവൻ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. മതി മതി മതി. എടാ കുട്ടാ, ഞാൻ ഇതുവരെയും സൂചി വച്ചില്ല. ഓക്കെ, കഴിഞ്ഞു. കഴിഞ്ഞോ? ഇഞ്ചക്ഷൻ എടുത്തോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു ശരിയാണല്ലേ? താങ്ക് യു ഡോക്ടർ ആന്റി. ഡോക്ടർ ആന്റി, സൂചി വെച്ചത് ഒട്ടും അറിഞ്ഞില്ല. എന്റെ ചേട്ടൻ എന്നെ പേടിപ്പിച്ച്. അപ്പൊ ഞാൻ പേടിച്ചതാ. ശരിക്കും പേടിച്ചല്ലേ ഡോക്ടർ ആന്റി? എനിക്ക് ഒട്ടും വേദനിച്ചില്ല ഡോക്ടർ ആന്റി. താങ്ക് യു. മക്കളെ എണീക്ക്. മോളെ ഗൗരി, ശിവ എണീക്ക് മോനെ. ദാ എണീക്ക്. മതി, ഒരുപാട് സമയമൊന്നും കിടന്നുറങ്ങിക്കൂടാട്ടോ. എണീക്ക്, പോയി ബ്രഷൊക്കെ ചെയ്ത് ബാത്റൂമിലൊക്കെ പോയിട്ട് വാ. അമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് അശ്വതി. ഗുഡ് മോർണിംഗ് ഗൗരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്റെ ബ്രഷ്, യെല്ലോ കളറിലുള്ള ബ്രഷ്. ഓ മൈ ഗോഡ്, മീനു മോളെ. ഒന്നുമില്ല ചക്കരെ. ശിവചേട്ട ഓടി വന്നല്ലോ മോളെ അടുത്ത്. ചക്കരെ പൊന്നെ, ഇങ്ങനെയൊന്നും കാണിക്കരുത്, വന്ന് വീഴത്തില്ലേ പൊന്നെ. മോളൂസ് എങ്ങോട്ട് പോവുക? ഇവിടെ ഇരിക്കെ. ചേട്ടായി പറയുന്ന കേക്കണം, അതാ നല്ല കുട്ടികളെ ലക്ഷണം. നമുക്ക് സ്നഗ്ഗിയൊക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറെ ഉടുപ്പിടാലോ. പിങ്ക് നിറത്തിലുള്ള ഡ്രസ്സ് എൻ്റെ വാവയ്ക്ക് ഇട്ട് തരട്ടെ. ചേട്ടായിയുടെ പൊന്നിന് ഇട്ട് തരട്ടേടി. ഇനി വാവയ്ക്ക് പാല് വേണ്ടേ? അമ്മ അവിടെ പാലെടുക്കുക. അതുവരെ മക്കള് കരയാതിരിക്കണം കേട്ടാ. പാവല്ലേ അമ്മ. അമ്മയ്ക്ക് അവിടെ പാല് ചൂടാറ്റണം, അത് കുപ്പിയിലാക്കണം. ഒത്തിരി ജോലിയുണ്ട് അമ്മയ്ക്ക്. മക്കൾ ഇവിടെ ഇരുന്ന് കളിക്കേ. മോളൂസേ കരയണ്ട, ചേട്ടായി പാല് കൊണ്ടുവന്ന്. കുടിച്ചോ പാല്, കുതിച്ചോ. നല്ല രുചിയുള്ള പാല്. രണ്ടുപേരും എണീച്ചോ? ഗുഡ് മോർണിംഗ് സ്വീറ്റീസ്. പനി ഒട്ടും കുറവില്ലല്ലോ. മറ്റന്നാ പരീക്ഷ തുടങ്ങല്ലേ. ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാം. വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്കേ. മോളെ നല്ല പനിയുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അമ്മ, ഞങ്ങൾ പോയി ഗൗരിക്ക് മരുന്ന് മേടിച്ചിട്ട് വരാം. അമ്മേ, ഞാനും ചേട്ടായും പോയി മരുന്ന് മേടിച്ചിട്ട് വരാം അമ്മേ. ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണം. നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, ഞങ്ങൾക്ക് വഴി തെറ്റത്തില്ല. അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാ അമ്മേ. പനി കുറയുന്നില്ല അമ്മ, ഞങ്ങൾ വഴി തെറ്റാതെ പോവാ അമ്മേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇടത്തോട്ട് ഒരു വഴി കാണാം.
ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. എന്തോന്ന് ശരി? ഏതാ ഇടത്, ഏതാ വലത്? എന്തോന്നാ? ഏതാ ഇടത്? അതെ, ഇതാണ് ഇടത്. ശിവമോന്റെ ഇടതേതാ? ഇത്. മിടുക്കൻ. അപ്പൊ വലതേതാ? രണ്ടുപേരും കൈ പൊക്കിക്കേ. അപ്പൊ ഇടത്തേക്ക് പോകാൻ പറഞ്ഞ, അപ്പൊ വലത്തേക്ക് പോവാൻ പറഞ്ഞ, ശരി. ഇനി കേട്ടോ, ആദ്യം നേരെ പോകുമ്പോ ഇടത്തേക്കൊരു വഴിയുണ്ട്. അതിലൂടെ നേരെ പോകുമ്പോ വഴി രണ്ടായി പിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ പോകണം. മനസ്സിലായോ? വലത്തോട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ കുറച്ച് ദൂരം പോകുമ്പോൾ ആ വഴിയും രണ്ടായി പിരിയും. ഒരു വഴി നേരെ ഒരു കുന്നിലോട്ട് പോകും, മറ്റേ വഴി താഴെ പാടത്തേക്കും. താഴോട്ടുള്ള വഴിയിലൂടെയാ നിങ്ങൾ പോകേണ്ടത്. താഴേക്ക് കുറച്ച് ദൂരം നടന്നാൽ മതി, ആശുപത്രി എത്തി. മനസ്സിലായോ? പിന്നെ താഴോട്ടുള്ള വഴിയിലൂടെ പോയ ആശുപത്രിയായി. എന്നിട്ട് തിരികെ എങ്ങനെ വരും? അത് ഞങ്ങൾ പോയ വഴി കൂടെ തിരിച്ചു വരും. വണ്ടിയൊന്നും കൊണ്ടുപോകണ്ട, നടന്നു പോയിട്ട് വന്നാ മതി. ചെല്ല്. വലത്തോട്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? നമുക്കെന്നാ ആരോടെങ്കിലും ചോദിച്ചാലോ? ലാ 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 ലാ. മുയലച്ച മുയലച്ച, ആശുപത്രിയിലേക്കുള്ള വഴി ഏതാ? ഇടത്തോട്ടോ വലത്തോട്ടോ? ദേ അവിടെ, ആ വലത്തോട്ട് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ വലത്തോട്ടാണെന്ന്. വാ നമുക്ക് പോവാ. ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേട്ടുള്ള വഴി. ദേ ആശുപത്രിയായി. ഒരു ക്ലേ കോമ്പറ്റീഷൻ ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഇവിടെ ഇരിപ്പുണ്ട്. ക്ലേ ഉണ്ട്, അതുപോലെ ഇഷ്ടമുള്ള ഒരുപാട് ടൈപ്പ് ടൂൾസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ഐറ്റംസ് വേണം ഇന്നിവിടെ ചെയ്യാൻ. നിങ്ങളിപ്പോൾ ടീമായിട്ടല്ല, ഓരോരുത്തർ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഏറ്റവും ടോപ്പ് വിന്നേഴ്സ് ആരോ അതിൽ 2 പേരെ സെലക്ട് ചെയ്തിട്ട് പ്രൈസും ഉണ്ട്. അപ്പം നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് എല്ലാവരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ടീച്ചർ ഇതേ ഓഫീസ് റൂമിലോട്ട് പോവുകയാണ്. 2 മണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് നിങ്ങളിത് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഒരുപാട് ടൈപ്പ് കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഓവൻ ടൈപ്പ് ആയിട്ടുള്ള ക്ലേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡാണ്. അത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല ലൂസായിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ ടീച്ചർ അങ്ങോട്ട് പോവുകയാണേ. ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്കാ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോ എന്താ ഉണ്ടാക്കുക? ഏത് കളർ എടുക്കാം? കിച്ചണിലുള്ള ഏതെങ്കിലും ഒരു ചട്ടി ഉണ്ടാക്കിയാലോ? റെഡ് കളർ എടുക്കാം. ഓ, മിസ് പറഞ്ഞ പോലെ ഇത് നല്ല ഹാർഡായിട്ടിരിക്കുക. നമുക്ക് ഏതെങ്കിലും ടൂൾ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കൈ വെച്ചിട്ട് നല്ല പ്രസ് ചെയ്തിട്ടൊന്ന് ലൂസ് ചെയ്യാം. ഇപ്പൊ നല്ല ലൂസ് ആയിട്ടുണ്ട്. ഇത് ഏത് ടൂളാ എടുക്കാം? ഈ ടൂൾ എടുക്കാം. നമുക്ക് ചട്ടി പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നല്ല ഹോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു പിടി എടുക്കണം. പിടിക്ക് ഇപ്പൊ ഏത് കളറാ എടുക്കുക? പിടിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ റെഡ് കളർ തന്നെ കൊടുക്കാം. ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ ഇച്ചിരി റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കാം. എന്നാലല്ല കാണാനൊരു ഗുമ്മല്ലോ. അപ്പൊ നമുക്കിത് ഈ സൈഡിലും വെച്ച് കൊടുക്കാം.
ഓക്കെ, ഇനി ഇതിന് ഒരു അടപ്പ് വേണമല്ലോ. അതിന് നമുക്ക് വേണ്ടിയിട്ട് ബ്രൗൺ കളർ എടുക്കാം അല്ലേ? ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആട്ടോ. ഇതെടുത്തിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പം നന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ചെയ്താലും മതി, ഗ്ലാസ് വെച്ചാൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ലുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം, നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ കുറഞ്ഞ ക്ലേ ഇല്ലേ, അത് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടും. പക്ഷെ ഇത് നല്ല ഒട്ടുന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ഹാർഡാണ്. നമ്മൾ കൈ വെച്ചിട്ട് ലൂസാക്കി എടുക്കണം, അതാണ് കഴിവ്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അതുപോലെ ഈ നടുക്കായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളല്ല, ഇതുപോലെ ഒന്ന് കുത്തിക്കെടുത്തിട്ട് ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കണം. ഇത് വേണ്ട, ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നമുക്കിതിങ്ങനെ താഴെ വെച്ചിട്ട് ഇതിങ്ങനെ പൊങ്ങിയിരിക്കണം. നല്ല അടപ്പാണെന്നുള്ളൊരു ഫീൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കണം. കേട്ടോ, ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു പിടി കൂടി വെച്ച് കൊടുക്കാം. പിടിക്ക് നമുക്ക് ഈ റെഡ് കളർ തന്നെ വെക്കാതായിരിക്കും നല്ലത്. പിടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെള്ളം നനയ്ക്കുകയാണെങ്കിൽ നല്ല, എനിക്ക് തോന്നുന്നു നല്ല കണക്ക് ഇതിൽ ഒട്ടിയിരിക്കും. അപ്പം നമ്മുടെ അടപ്പും റെഡിയായി. അടുത്തത് ഞാനിനിയിപ്പോൾ എന്തുവാ ഉണ്ടാക്കുന്നത്? കിച്ചണിൽ ഏറ്റവും കൂടുതൽ അമ്മ ഉപയോഗിക്കുന്നത് അമ്മിക്കല്ല്. അപ്പം അമ്മിക്കല്ല് തന്നെ ഉണ്ടാക്കാം. അമ്മിക്കല്ല് എന്താ വെച്ചാൽ ബ്ലാക്ക് കളറല്ലേ അമ്മിക്കല്ല്. അപ്പം ബ്ലാക്ക് കളർ എടുക്കാം. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓ, ഇത് എന്തൊരു ഹാർഡാ, ഭയങ്കര ഹാർഡായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്തത് നല്ല സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ അത് ഭയങ്കര ഒട്ടിപ്പിടുത്തമായിരുന്നു. ഇത് പക്ഷെ ഭയങ്കര ഹാർഡായി പോയി. എന്തായാലും ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ചെയ്താലും മതി, പക്ഷേ ഇതിൽ ഗ്ലാസ് വെച്ചാണെങ്കിൽ നല്ല ഫിനിഷിങ് പോയിന്റ് പോലെ നമുക്ക് നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്ലാസ് മാറ്റി കൊടുത്തിട്ട് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം നമുക്ക് നല്ല കറക്റ്റ് നമ്മുടെ അമ്മിക്കല്ല് പോലെയൊക്കെ ഇരിക്കും. ഇനി നമുക്കിത് ഇതിൻ്റെ സൈഡിലല്ല, ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെറിയ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കണം. ഡോട്ട്സ് പോലെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ അമ്മിക്കല്ലിനകത്ത് ഡോട്ട്സ്. അപ്പം അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് കുഴവ ഉണ്ടാക്കണം. കുഴവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. കുഴവയായി കണ്ട നമ്മുടെ അമ്മിക്കല്ല് ഇവിടെ റെഡി. കൊള്ളാമല്ലേ? കറക്റ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി അമ്മിക്കല്ല്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു അമ്മിക്കല്ല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇല്ലേ, അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം എൻ്റെ അമ്മിക്കല്ല് റെഡി. അടുത്ത ഉണ്ണിക്കുട്ടനാ. അടുത്തത് ഞാനാണല്ലേ. അമ്മേ, അയ്യോ ഉണ്ണിക്കുട്ട, എന്തെങ്കിലും പറ്റിയോടാ? ഏയ്, ഞാനിവിടുത്തെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തതാടാ. ഞാൻ ഒരു കിച്ചൺ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് കളറിലുള്ള ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൂസ് ആക്കാം നമുക്ക് ആദ്യം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കണം. ഈ ഗ്ലാസ്